ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആട് വെച്ചിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പണ്ടുള്ള ഉമ്മൂമ്മമാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടാണ് പ്രസവരക്ഷക്കൊക്കെ ആയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തിരുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് ഉള്ളി ഇതൊന്നും വഴറ്റിയിടാതെ നമ്മൾ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ആടാണ് കേട്ടോ. ഞാൻ 1 കിലോ ആടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറഞ്ഞ മസാല ഇട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ച ആട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പിടിയോളം, കൈയിൻ്റെ ഒരു പിടിയോളം ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്യാതെ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ഉള്ളിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ബൗൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനെടുത്ത ആട് ചെറിയ ആടായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ 2 ബൗളുകൾ ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ വലിയ ആടൊക്കെ ആണെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് അതുപോലെ ആട് അതൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റും, അതുപോലെ നമുക്ക് ബീഫും ആടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിക്കാത്ത പച്ചക്കുരുമുളക്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. എന്നിട്ടൊന്ന് നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊന്നും ചേർക്കുന്നില്ല. കാരണം നമുക്ക് ആ നാടൻ രീതിയുടെ സ്മെല്ലും അതുപോലെ ആ ഫ്ലേവറും കിട്ടില്ല കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കട്ടെ. നമ്മൾ ഏലക്ക ഇതൊന്നും ചേർക്കാതെ ഇതുപോലെ തയ്യാറാക്കിയതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട്, ഒരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിയിക്കാതെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഒരു 3.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മസാല വേണമെങ്കിൽ അതിനനുസരിച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കൂടുതലും കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുപോലെ പച്ചമുളകും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കരിയിക്കണ്ട, ഒന്ന് തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് വറുത്തെടുത്ത് മസാല നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ആട് നമ്മൾ വേവിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കാം. ചട്ടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ വറവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചപ്പ് പോകുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കി അതേ മിക്സിയിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ആട് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ആട് നേരത്തെ വേവിച്ചതാണെങ്കിലും ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ആടിൽ ഈ മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മളിതിൽ കുറുക്കിയെടുക്കുക. നമുക്ക് ഇതുപോലെ കറി കൊടുക്കുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരുപാടങ്ങ് കുറുക്കി എടുക്കുന്നില്ല കേട്ടോ, കാരണം പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കറിയായിട്ട് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആട് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ, വീട്ടിലുള്ള കുറഞ്ഞ സാധനം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, നാടൻ രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.